ദിവസം ഇ.പി. ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നത് വലിയ വിവാദമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇ.പി. ജയരാജന്റെ ആത്മകഥ ആണെന്ന് DC ബുക്സും അല്ലെന്ന് ഇ.പി. ജയരാജനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. വിവാദങ്ങൾക്കിടയിൽ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവും മാറ്റിവെച്ചു. എന്നാൽ തന്റെ ആത്മകഥയില്ലെന്ന് ഇ.പി. ജയരാജൻ വാദിക്കുമ്പോഴും പുസ്തകത്തിൽ അതിന് വിപരീതമായ തെളിവുകളാണ് ഉള്ളത്. കാരണം വളരെ സ്വകാര്യമായതും പബ്ലിക് അല്ലാത്തതുമായ ഇ.പി. ജയരാജന്റെ നിരവധി ചിത്രങ്ങളാണ് ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇ.പി. ജയരാജൻ ഇതുവരെയും എവിടെയും വെളിപ്പെടുത്താത്ത നിരവധി കാര്യങ്ങളും ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ തന്റെ ആത്മകഥയല്ലെന്ന ഇ.പി. ജയരാജന്റെ വാദം തള്ളുന്നതാണ് പുസ്തകത്തിലെ ചിത്രങ്ങൾ. ഒന്നാമതായി വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയിലേക്കുള്ള എന്ന തലക്കോട്ടോടെ കുറിച്ചിരിക്കുന്ന കുറിപ്പിൽ പിണറായി വിജയനോടത്ത് വളരെ സന്തോഷത്തോടെ ചിരിച്ചിരിക്കുന്ന ഇ.പി.യുടെ ചിത്രമാണുള്ളത്. എന്നാൽ അടുത്ത ചിത്രം ബുദ്ധദേവ് ഭട്ടാചാര്യയോടൊപ്പമുള്ള ഇ.പി. ജയരാജന്റെ ചിത്രമാണ്. നമ്മൾ ഗൂഗിളിൽ ഒന്ന് തിരഞ്ഞാൽ പോലും ബുദ്ധദേവ് ഭട്ടാചാര്യയോടൊപ്പമുള്ള ഇ.പി.യുടെ ചിത്രം കിട്ടില്ല. എന്നാൽ ഇ.പി.യുടെ ആത്മകഥയിൽ ഈ ചിത്രം വന്നിരിക്കുമ്പോൾ ഇ.പി.യുടെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. അതേസമയം പോലീസ് മർദ്ദനം, അറസ്റ്റ്, ജയിൽവാസം എന്ന തലക്കെട്ടോടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ ഷർട്ട് പോലും ഇടാതെ വർഷങ്ങൾക്ക് മുൻപ് പിണറായി വിജയനോട് സംസാരിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ പിണറായിക്കൊപ്പമുള്ള നിരവധി ഓർമ്മകളും ഇ.പി. ജയരാജൻ ഇവിടെ പങ്കുവയ്ക്കുന്നുമുണ്ട്. കൂടാതെ കുറച്ചുകൂടി പേജുകൾ കഴിയുമ്പോൾ ഇ.കെ. നയനാരോടൊപ്പം അടുത്തിടപഴകുന്ന ഇ.പി.യെയും നമുക്ക് കാണാം. അതേസമയം CMB രൂപീകരണവും കണ്ണൂരിലെ പാർട്ടിയും എന്ന കുറിപ്പിൽ ഇ.പി. ജയരാജന്റെ വിവാഹ സമയത്തുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ കുടുംബ ചിത്രവുമാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു ആത്മകഥയിൽ വരുമ്പോൾ ഇ.പി. നൽകാതെ ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെ ആത്മകഥയിൽ വരുമെന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കൂടാതെ EMSനോടൊപ്പം ചായ കുടിക്കുന്ന ഇ.പി. ജയരാജന്റെ വളരെ ചെറുപ്പകാലത്തുള്ള ചിത്രവും കോടിയേരി ബാലകൃഷ്ണനോടൊപ്പമുള്ള അവരുടെ സുഹൃത്ത് ബന്ധം വ്യക്തമാക്കുന്ന ചിത്രവും ആത്മകഥയിലുണ്ട്. ഇനി എടുത്തു പറയേണ്ടത് മറ്റൊരു ചിത്രമാണ്. സുധാകരൻ ക്രിമിനൽ സംഘത്തലവൻ എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന കുറിപ്പിലുള്ള ഒരു ചിത്രമാണ് എടുത്തു പറയേണ്ടത്. ഇ.പി. ജയരാജൻ വെടിയേറ്റ് കിടക്കുന്ന ചിത്രമാണ് അതിലുള്ളത്. ഇങ്ങനെ ഇ.പി. ജയരാജൻ കിടക്കുന്ന ചിത്രം നിങ്ങളൊന്ന് ഗൂഗിളിൽ തിരഞ്ഞു നോക്കുക, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ആത്മകഥയിലുള്ളത്. കൂടാതെ കോടിയേരിയുടെയും പിണറായി വിജയന്റെയും കുടുംബത്തോടൊപ്പം താജ്മഹൽ സന്ദർശിച്ചതിന്റെയും അപൂർവമായ ചിത്രവും ആത്മകഥയിലുമുണ്ട്. ഇതൊന്നും പോരാതെ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ചൈന സന്ദർശനത്തിന്റെയും സൗദിയിലെ ജയിലിലെ അനുഭവമെല്ലാം ആത്മകഥയിൽ ഇ.പി. ജയരാജൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇ.പി.യുടെ വാദങ്ങൾ തള്ളുന്നത് തന്നെയാണ് ഈ ചിത്രങ്ങൾ.